പത്തനംതിട്ടയിലെ ചൂട് എങ്ങനെയുണ്ട് രാഹുൽ? തീർച്ചയായും വെള്ളം കുടിക്കാതെ നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. ചൂട് ഈ പറഞ്ഞതുപോലെ ചൂട് എന്ന വാക്കിനകത്ത് അതേ ആ ഒരു അർത്ഥത്തിൻ്റെ ഗാംഭീര്യത്തോടെ തന്നെ നിൽക്കുകയാണ്. ചൂട് ചൂടായി തന്നെ നിൽക്കുകയാണ്. വെറുതെ നിന്നാൽ പോലും വിയർക്കുന്ന തരത്തിലുള്ള അവസ്ഥയാണ്. നമുക്ക് പലപ്പോഴും ഈ രാവിലെയൊക്കെ ലൈവ് നിൽക്കുമ്പോൾ അത്രമാത്രം വെയിലും ചൂടും അടിച്ചിട്ട് നമ്മുടെ ക്യാമറയിലേക്ക് കൃത്യമായി നോക്കാൻ പോലും കഴിയാത്തത്ര വലിയ ചൂടുണ്ട്. ഇപ്പോൾ ഏതായാലും നമ്മളുള്ളത് പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ്. വലിയ ചൂടാണ് ഇവിടെ ഉള്ളത്. എന്തായാലും ചേട്ടാ ഭയങ്കര ചൂടാണല്ലേ? ഭയങ്കര ചൂടാണ്. ആളുകളുടെ എണ്ണമൊക്കെ എങ്ങനെ? യാത്രക്കാർ വളരെ കുറവാണ് ബസ് സ്റ്റാൻഡിൽ. ഒരു 10 മണിക്ക് ശേഷം ഒരു 3 മണി വരെയൊക്കെ വളരെ കുറവാണ് യാത്രക്കാർ, വളരെ കുറവാണ് ബസ്സിൽ. ഷീറ്റ് ആയതുകൊണ്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചൂടും പൊടിയും എല്ലാം ഭയങ്കര പ്രശ്നമാണ്. ചൂട് കഴിഞ്ഞ വർഷത്തിനേക്കാൾ ചൂട് കൂടുതലായി പ്രാവശ്യം. ചൂടും ആവിയും വലിയ ബുദ്ധിമുട്ടാണ്. വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടല്ലോ അല്ലേ? വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. ചേട്ടൻ ജീവനക്കാരനാണോ? എങ്ങനെയുണ്ട് ഈ യാത്രയൊക്കെ പോകുമ്പോൾ ബസ്സിൽ അതിയായ ചൂടാണ്, ഭയങ്കര ചൂടാണ്. ചൂട് ബസ് ആരാ ഓടിക്കുന്നത്? പുല്ലൂർ ബസ് പുല്ലൂർ ബസ്സിന്റെ ഡ്രൈവർ അതാണ്. ഞാൻ നോക്കിയപ്പോൾ ഈ പുല്ലൂരിലേക്കുള്ള ബസ്സാണ്. അതാണ്ടേ സത്യം പറഞ്ഞാൽ വലിയ അംഗത്തിന് തയ്യാറാകുകയാണല്ലേ? അങ്ങോട്ട് പോകുന്നത് എങ്ങനെയാണ്? ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ല. അങ്ങോട്ട് ചെന്ന് കയറുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യും. വെള്ളമൊക്കെ റെഡിയാണോ? വെള്ളം റെഡിയാ, നിറച്ചിട്ടേക്കുക വെള്ളം. നിറച്ചും വെള്ളമാണ്. വേറെ സജ്ജീകരണങ്ങൾ എന്തൊക്കെയുള്ളതല്ല? ഇല്ല, കൂളർ തെർമോക്കോൾ വെച്ചിട്ടുണ്ട്. വെള്ളം, തണുത്ത വെള്ളം മേടിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടല്ലേ? അപ്പൊ അത് തന്നെയാണ്. ഇപ്പൊ ഇവരെല്ലാം പുല്ലൂരിലേക്ക് പോവാണല്ലേ? അമ്മേ വലിയ ചൂടാണല്ലോ, പുല്ലൂർക്ക് പോവാണോ? പുനലൂർക്ക് പോവാ, പത്തനാപുരത്തിന് പോവാ. നല്ല ചൂടല്ലേ ചേച്ചി? പുല്ലൂർക്ക് പോവാല്ലേ? ഇവിടത്തെക്കാളും പ്രശ്നം പറഞ്ഞു ചൂടവിടെ. ചൂടാ. എവിടെയാണ് വീട്? ഞാൻ പോകുന്നു. അപ്പൊ ഇത് തന്നെയാണ്. അമ്മ വിയർത്ത് കുളിച്ചല്ലോ? ചൂടുണ്ട്, നല്ല ചൂടാ. വെള്ളമൊക്കെ ഉണ്ട്. അപ്പൊ അത് തന്നെയാണ് പത്തനംതിട്ട പുനലൂർ എന്ന ബോർഡ് നമുക്ക് കാണാം. അപ്പോൾ ഏതായാലും വലിയ ചൂട്. നേരത്തെ കണ്ണൻ നായർ സൂചിപ്പിച്ചതുപോലെ പുനലൂർ ഇനിയിപ്പം ഈ ബസ് അവിടേക്ക് എത്തുമ്പോൾ കണ്ണൻ നായർ പറഞ്ഞ സമയമാകും. വലിയ ചൂടായിരിക്കും അവിടെ ഉണ്ടാകുക. എന്തായാലും യാത്ര ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ളതുണ്ട്. അതുകൊണ്ട് മോത്തി സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ പ്രതിരോധ മാർഗ്ഗങ്ങളും സജ്ജീകരണങ്ങളുമായിട്ടാകും അവർ പോവുക. ഇപ്പോൾ ആ ഡ്രൈവറിൻ്റെയൊക്കെ മറുപടി നമ്മൾ കേട്ടതാണ്. അത്രമാത്രം വലിയ സജ്ജീകരണത്തോടു കൂടിയാണ് പുനലൂരേക്ക് പോകുന്നത്. എന്തായാലും